പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണാതായ സ്വർണം കണ്ടെത്തി. ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ മണലിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. വിശദാംശങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. മാനസ, എന്താണ് വിശദാംശങ്ങൾ? ക്ഷേത്രത്തിനുള്ളിൽപ്പെട്ടവർ തന്നെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെ ആയിരിക്കാം ഈ മോഷണത്തിന് പിന്നിൽ എന്ന് പോലീസ് നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണാതായ 13 പവൻ സ്വർണം കണ്ടെത്തി. ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ മണലിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. നേരത്തെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരെ പോലീസ് സംശയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. മാനസ മനോജ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുമ്പോൾ, മാനസ, എന്താണ് പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ച്? വിനിഷ, അല്പസമയം മുൻപാണ് ഈ കാണാതായ 13 പവൻ സ്വർണം പോലീസ് കണ്ടെത്തുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ മണലിൽ നിന്നുമാണ് സ്വർണം കിട്ടിയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാവിലെയോടെയായിരുന്നു ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ 13 പവൻ സ്വർണം മോഷണം പോയതായി അറിഞ്ഞത്. മോഷണം പോയതായി എന്നല്ല, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കാണാതായി എന്ന പരാതിയായിരുന്നു SP ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ കാണാതായ സ്വർണത്തെ കണ്ടെത്തിയിരിക്കുന്നത്. DCP ഉൾപ്പെടെയുള്ള സംഘം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഈ സ്ട്രോങ് റൂമിലെ ലോക്കറിലായിരുന്നു പെട്ടിയിലാക്കി സഞ്ചിയിൽ പൊതിഞ്ഞാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഇത് അസിസ്റ്റന്റ് മുതൽപ്പടിയെ കൂട്ടാതെ മുതൽപ്പടി ഈ സ്വർണം എടുത്തു പുറത്തേക്ക് പോയി എന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധന നടത്തിയത്. സ്ട്രോങ് റൂം പരിശോധിച്ചു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെയും ജീവനക്കാരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പരിശോധന ക്ഷേത്ര പരിസരവും വ്യാപിപ്പിച്ചതോടെ പരിശോധനയിൽ മണലിൽ നിന്നും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള മണലിൽ നിന്നും സ്വർണം കണ്ടെത്തിയത്. അല്പസമയത്തിനകം തന്നെ DCP ഉൾപ്പെടെയുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കാണാതായ 13 പവൻ സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. വിനിഷ, ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോലീസ് സംശയിക്കുന്നതായിട്ടുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ മാനസ? കാരണം അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കാണാതായത്. ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ്. അപ്പോൾ അത്തരത്തിൽ ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് 13 പവൻ സ്വർണം കാണാതാകുന്നു. അത് പടിഞ്ഞാറേ നടയിലെ മണലിൽ നിന്ന് കണ്ടുകിട്ടുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ് നടക്കുന്നത്. മണലിൽ നിന്ന് അത്രയും ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുകിട്ടുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ രീതിയിൽ പോലീസ് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുന്നത് എന്താണ്? തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള ക്ഷേത്രം കൂടിയാണ്. മാത്രമല്ല CCTV ഉൾപ്പെടെയുള്ള പരിശോധനയും ഉണ്ടായിരുന്നു. പക്ഷേ CCTV ഈ ലോക്കർ പരിസരത്തും അതോടൊപ്പം തന്നെ ഈ സ്ട്രോങ് റൂം പരിസരത്തും CCTV ഉണ്ടായിരുന്നില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ സംവിധാനത്തിലുള്ള ഒരു പാളിച്ച കൂടി വ്യക്തമാക്കുന്നതാണ് ഈ കവർച്ചാ ശ്രമം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച ഈ സ്വർണം ആരും അറിയാതെ പുറത്തു പോകില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണത്തിന്റെ ഉത്തരവാദിത്വം അസിസ്റ്റന്റ് മുതൽപ്പടിയും ഒപ്പം തന്നെ മുതൽപ്പടിയും കൂടിയാണ് നേതൃത്വം വഹിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ തെക്കേ നടയിലെ വാതിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിനായി മാറ്റിവെച്ച സ്വർണമാണ്. അതിൽ നിന്നുമാണ് 13 പവൻ സ്വർണം കാണാതായത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം അതായത് നിലവറയിലുള്ള സ്വർണത്തിന്റെ കൂടെയല്ല ഈ സ്വർണം വെച്ചതെന്നും സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും കഴിഞ്ഞ ദിവസം തന്നെ ഈ മുതൽപ്പടി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് സ്വർണം കാണാതായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചത്. ഒപ്പം തന്നെ അവിടെ തമിഴ്നാട് സ്വദേശികളാണ് ജോലി ചെയ്തു വന്നത്. അവരെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നാലെ അവരെ വിട്ടയക്കുകയും തുടർന്ന് ഇന്ന് സ്ട്രോങ് റൂം കേന്ദ്രീകരിച്ച് പരിശോധന. ഒപ്പം തന്നെ അവിടെ നിന്ന് ഇത്തരത്തിൽ അസിസ്റ്റന്റ് മുതൽപ്പടി അറിയാതെ ഈ സ്വർണം അതായത് സ്വർണം സൂക്ഷിച്ച പൊതി എടുത്ത് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞിരുന്നു. അത് കേന്ദ്രീകരിച്ച് അതായത് അദ്ദേഹം പോയ വഴി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന, ഇതൊക്കെയും തന്നെയാണ് ഈ സ്വർണം കണ്ടെത്താൻ സഹായകമായത് എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആരാണ് ഈ സ്വർണം എടുക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മണലിൽ ഈ സ്വർണം എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ DCP ഇക്കാര്യം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ശരി, തീർച്ചയായും മാനസ അത് കൃത്യമായി തന്നെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് ആ കവർച്ചാശ്രമം, ഏത് രീതിയിലാണ് അവിടെ നിന്ന് ആ സ്വർണം കണ്ടെത്താനിടയായത് എന്ന കാര്യത്തിലുള്ള വ്യക്തത വരേണ്ടതുണ്ട്. DCPയുടെ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ, വിശദാംശങ്ങൾ വ്യക്തമാകും. മാനസയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.